കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പഞ്ചദിന റിലേ നിരാഹാര സത്യാഗ്രഹ സമരം 3 ദിവസം പിന്നിട്ടു. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, കേരള വാട്ടർ അതോറിറ്റിയിലെ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ച സാമ്പത്തിക മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒക്ടോബർ 6 മുതൽ 10 വരെ തിരുവനന്തപുരം ജലഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും സത്യാഗ്രഹ സമരം നടക്കുന്നത്. കണ്ണൂർ താണ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിലെ 3-ാം ദിവസത്തെ സമരം CITU ജില്ലാ സെക്രട്ടറി K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ N. സുബീഷ് അധ്യക്ഷത വഹിച്ചു. GR ഹേമന്ത്, NK വിനീഷ്, PP സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. വാട്ടർ അതോറിറ്റിയുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് CITU 5 ദിവസത്തെ റിലേ നിരാഹാര സത്യാഗ്രഹ സമരത്തിലേക്ക്. സ്വാഭാവികമായിട്ടും കേരള സർക്കാർ വാട്ടർ അതോറിറ്റിയുടെ പൊതുജന ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജലവിതരണ മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൽ ആസൂത്രണ പിഴവും സാമ്പത്തിക ആസൂത്രണത്തിൽ വന്നിരിക്കുന്ന ഇടുപ്പുകേടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒപ്പം സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന ധനകാര്യ ബുദ്ധിമുട്ടുകൾക്ക് കേന്ദ്ര സർക്കാർ കാരണമാകുന്നു എന്നുള്ള വിഷയം, ഇവിടുത്തെ കരാർ തൊഴിലാളികൾക്ക് മിനിമം വേജസ് ഉറപ്പാക്കണമെന്ന് തുടങ്ങി കാലിക പ്രാധാന്യമുള്ള 8 വിഷയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സമരവുമായി വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU മുന്നോട്ട് പോയിട്ടുള്ളത്. ജില്ലാ കേന്ദ്രങ്ങളിലുൾപ്പെടെ സംസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രം എന്ന നിലയിൽ തിരുവനന്തപുരം ജലഭവനിലും ഒരു സമരകേന്ദ്രത്തിൽ 5 സഖാക്കൾ എന്ന നിലയിൽ കഴിഞ്ഞ 6-ാം തീയതി CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്താണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. വരുന്ന 10-ാം തീയതി ഇളമരം കരിയുന്ന നാരങ്ങാനീര് നൽകി തിരുവനന്തപുരത്ത് സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. വളരെ വലിയ ഒരു പങ്കാളിത്തവും ജീവനക്കാരുടെ ഇടയിൽ ഈ ആശയങ്ങൾ കൊണ്ടുവരികയും വകുപ്പ് മന്ത്രിയുടെയും മാനേജ്മെൻറ്റിൻ്റെയും മുന്നിൽ ഈ വിഷയങ്ങൾ സജീവ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ സമരം കൊണ്ട് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ഉദ്ദേശിക്കുന്നത്. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.